പറവൂർ നഗരസഭ മുസരീസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും നടത്തി. നഗരസഭാ ചെയർമാൻ രമേശ് D. കുറുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജലജ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ NM പിയേഴ്സൺ പറവൂരിലെ എഴുത്തുകാരെയും വായനക്കാരെയും ആദരിച്ചു. എന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ സദസ്സിനേക്കാൾ വേദിയേക്കാൾ വലിയ സദസ്സാണ് മുന്നിലിരിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ച് പറയാൻ, ഈ ദിനത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റിയ നിരവധി ആളുകൾ, സോക്രട്ടീസും അതുപോലെ പറവൂർ ബാബും രാജഗോപാലും, നിരവധി ആളുകൾ, അത് ടീച്ചറൊക്കെ ഉൾപ്പെടെ, ഇംഗ്ലീഷ് ഡോക്ടറൊക്കെ ഉൾപ്പെടെ നിരവധി. ഞങ്ങൾ അത്ഭുതം വിചാരിച്ചു, കഴിഞ്ഞ ദിവസം ഇത്രയും പേര് പറവൂരിൽ എഴുത്തുകാരുണ്ടെന്ന് നമ്മളൊരു അത്ഭുതത്തോടെയാണ് കാണുന്നത്. നമ്മൾ ഈ സാഹിത്യ സദസ് കഴിഞ്ഞ തവണ മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ആണ് ഇത് തുറക്കം കുറിച്ചത്. നമ്മളന്ന് എല്ലാവരും കൂടി വന്ന് വലിയ സ്വപ്നത്തിൽ, പക്ഷെ കുറച്ച് ഡിലേ വന്നാലും ഇത്തവണ അത് വീണ്ടും പുനരാരംഭിക്കും. 4ാമത്തെ യോഗത്തിലും നല്ല ഓരോ പ്രാവശ്യം കൂടുമ്പോഴും പങ്കാളിത്തത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വായനാ ദിനത്തില് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിൽ വായിച്ചപ്പോ വായന മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു കണക്ക് നോക്കി 1 ലക്ഷം കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ഇന്ത്യയിൽ വിറ്റഴിക്കുന്നത്. തിരിച്ചൊന്നും കൂടി നോക്കിക്കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്, 90,000 ലക്ഷം പോകുന്നത് ഗൈഡുകളും പുസ്തകങ്ങളും പഠിക്കാനുള്ള പുസ്തകമാണ്. 5%, 10% സാഹിത്യത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു അവസ്ഥയാണ് നമ്മുടെ. പക്ഷെ ആ 10%-ൽ കൂടുതൽ എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പുസ്തകങ്ങളും നിരവധി കാര്യങ്ങൾ കൂടി. പുസ്തകത്തിലൂടെയാണ് നമ്മളൊരു നാടിന്റെ സമൃദ്ധി തന്നെ വളരുന്നത്. ആ നാടിന്റെ സംസ്കാരത്തെക്കാൾ ഉപരി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മറ്റൊരാളുടെ മനസ്സിലേക്ക് കയറി തരുന്ന ഏറ്റവും വലിയ ഉപാധിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് എത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് നാടിന്, നമ്മുടെ സംസ്കാരത്തിന് നമുക്ക് യോജിച്ച രീതിയിലേക്ക് മാറുന്നതിനുള്ള ശ്രമങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ എഴുത്തുകാരാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കൊച്ചു പറവൂരിൽ നമുക്ക് അഭിമാനിക്കാം. ഏറ്റവും നന്നായി വായിക്കുന്ന ഒരാളാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതും നമ്മുടെ പറവൂരിൽ നിന്ന് വന്നിരിക്കുന്ന MLA ആയ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലൈബ്രറിയിലേക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നമുക്കിതൊരു വലിയ മഹാസംഭവമാക്കി മാറ്റാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വായനാ ദിനത്തിന്റെ ആശംസ ചേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.